അപ്പോൾ ഈ വാർത്തകളുടെയും അതുപോലുള്ള കാര്യങ്ങളുടെയും സോഷ്യൽ സെൻസിറ്റൈസേഷൻ എന്നുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഒരു ക്ലാസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം വളരെ വൈഡായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഞാനിത് വളരെ എൻജോയ് ചെയ്ത് എപ്പോഴും ഞാൻ ഈ വാർത്താമാധ്യമത്തിൽ സംസാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. അതിനകത്ത് പരമാവധി വെള്ളം ചേർക്കാതിരിക്കാനും കള്ളം പറയാതിരിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത ക്ലാസ് കുട്ടികളത് നന്നായിട്ട് പഠിച്ചു. ഈ ആനുകാലികമായ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ സെൻസിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് അവരോട് പറഞ്ഞു. വർത്തമാനകാല രാഷ്ട്രീയ സംവിധാനം മുഴുവൻ നമ്മുടെ മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അവരിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മളൊരു ടെലിവിഷൻ മാധ്യമത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാര്യം ഒരു ചാനലിൻ്റെ പരിമിതികൾക്കകത്ത് നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്നാൽ അതേസമയം ഒരു നേരിട്ട് കുറച്ച് കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ഞാനാണെങ്കിൽ ചില പേരുകളും കൂടി നേരിട്ട് ഇന്ന് ഈ ക്ലാസ്സിൽ പറയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആ പേര് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ ചിലപ്പോൾ ആ പേരുകൾ അവർക്ക് പരിചിതമാണോ എന്ന് എനിക്കറിയില്ല. അവർക്ക് യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ ചിലപ്പം അവർക്ക് ഈ പേരുകൾ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. പക്ഷേ ഓൺ ദ ഹോൾ ഞാൻ ആദ്യം അത് എൻജോയ് ചെയ്യുന്നു, മറ്റുള്ളവരത് എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജെയിൻ യൂണിവേഴ്സിറ്റി എനിക്ക് ഒരു വളരെ അഭിമാനം തോന്നുന്നൊരു സ്ഥലമാണ് വരാൻ. എപ്പോഴും ഡോക്ടർ ടോമൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എത്ര അലച്ചിൽ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഞാൻ ഇതിന് സമയം കണ്ടെത്താറുണ്ട്. കാര്യം ഞാനും ഒരു കോളേജിൽ കുറച്ചു കാലം പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ വീഡിയോ എന്ന് നമ്മൾ വേണമെങ്കിൽ ടെലിവിഷൻ ഭാഷയെ പറയാം, അത് ആ റിട്ടേൺ വീഡിയോ ഞാൻ മനസ്സിലേറ്റി ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നെനിക്ക് അവരിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്കൊക്കെ വളരെ നല്ലതാണ്. സാധാരണ ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് മുറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഒരു മീഡിയോക്കറൊക്കെ ആവാൻ സാധ്യതയുണ്ട്. കുട്ടികളാണ്, അവർ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ വളരെ നിലവാരമുള്ള ചോദ്യങ്ങളും അവർക്ക് സമൂഹത്തെക്കുറിച്ചുള്ള അവരുടെ ആശങ്കയും ആദ്യമൊക്കെയാണ് അവർ പങ്കുവെച്ചത്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ അതിനൊക്കെ മറുപടി പറയാൻ പറ്റിയെന്നാണ്. കാര്യം ജെയിൻ യൂണിവേഴ്സിറ്റി ഒരുപാട് എന്നെ പോലെ ഇത്രയധികം വർഷമൊക്കെ മീഡിയയിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു ടെലിവിഷൻ സംപ്രേഷണം അവർ കണ്ടിട്ടുണ്ട്. അതിനപ്പുറം അതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ എന്താ നടക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊരു പുതിയ കോൺസെപ്റ്റാണ് ഈ പ്രൊഫസർ ഓഫ് ഫാക്ടറീസ് എന്ന് പറയുന്നത്. കാര്യം നേരിട്ട് തോക്കെടുത്ത് യുദ്ധം ചെയ്ത ആളുകൾ ഇവിടെ വന്ന് സംസാരിക്കുക. അപ്പോൾ അതൊരു ഒരു പുതിയ കോൺസെപ്റ്റാണ്. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇതങ്ങനെ കണ്ടു പരിചയിച്ചിട്ടില്ല. ഞാൻ തന്നെ ഇത് ആദ്യമായിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയിലാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ അവഗാഹമുള്ള ഒരാളാണെങ്കിൽ, അനുഭവ സമ്പത്തുള്ള ഒരാളാണെങ്കിൽ അത് ഒരുപാട് വർക്കൗട്ടാവും. കാരണം കുട്ടികൾക്ക് പലപ്പോഴും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാര്യങ്ങളോട്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളോടൊക്കെ ഏറ്റുമുട്ടിയിട്ടുള്ള ആളുകൾ തന്നെ അവരെ ഒന്നാം സാക്ഷിയായിട്ട് ഇത് പറയുമ്പോൾ കേൾവിക്കാരന് കുറച്ചുകൂടി അതോട് അടുത്ത് നിൽക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നല്ല പരീക്ഷണമാണ്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ആളിനെ ആശ്രയിച്ചിരിക്കും. തീർച്ചയായിട്ടും അനുഭവ സമ്പത്തുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ വരികയാണെങ്കിൽ അത് കുട്ടികൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. അവരെ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്, അവർക്ക് ജീവിത പുസ്തകത്തിൽ കുറേ നല്ല കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാനും ഇത്തരം പ്രൊഫസർമാർ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് അനുഭവ സമ്പത്തുള്ള പ്രൊഫസർമാർ വരികയാണെങ്കിൽ അത് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നല്ല പരിപാടിയാണ്. വിജയിക്കട്ടെ.